അങ്ങനെ 2020 ലോകകപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 7 റൺസിന് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ തുടർച്ചയായ രണ്ടാമത്തെ T20 ലോകകപ്പിന്റെ ഫൈനലിന് ഇപ്പോൾ യോഗ്യത നേടിയിരിക്കുന്നത്. മത്സരത്തിലെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത 2 ബാറ്റർമാരെ എടുത്തു പറഞ്ഞേ മതിയാകുള്ളൂ. അതിൽ ആദ്യത്തേത് നമ്മുടെ മലയാളി താരം സഞ്ജു സാംസൺ തന്നെയാണ്. വിൻഡീസിനെതിരായ മത്സരത്തിൽ എവിടെയാണോ സഞ്ജു നിർത്തിയത് അവിടെ നിന്നായിരുന്നു കഴിഞ്ഞ ദിവസം മത്സരത്തിലെ ബാറ്റിംഗ് സഞ്ജു തുടർന്നത് എന്ന് പറയേണ്ടി വരും. 8 ഫോറുകളും 7 സിക്സുകളും ഉൾപ്പെടെ 42 പന്തിൽ 89 റൺസാണ് സഞ്ജു കഴിഞ്ഞ മത്സരത്തിൽ അടിച്ചെടുത്തത്. സെഞ്ചുറിയിലേക്ക് സഞ്ജു നീങ്ങുന്നു എന്ന് തോന്നിയ നിമിഷത്തിൽ വിൽ ജാക്സ് താരത്തിനെ പുറത്താക്കിയപ്പോൾ ഇന്ത്യൻ ആരാധകരും വലിയ രീതിയിൽ നിരാശരായി. രണ്ടാമത്തെ പ്രകടനം ഇംഗ്ലണ്ടിന്റെ പോരാട്ടത്തിൽ നിർണായക ഇന്നിംഗ്സ് കളിച്ച ജേക്കബ് ബെത്തലാണ്. താരം 48 പന്തിൽ 105 റൺസ് എടുത്തെങ്കിലും ഇന്ത്യയുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ നല്ലൊരു പിന്തുണ ബദലിന് കിട്ടിയിരുന്നെങ്കിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ അട്ടിമറിച്ച് ഫൈനലിലേക്ക് പ്രവേശിക്കുമായിരുന്നു എന്ന കാര്യത്തിലും ഇന്നലെ മത്സരം കണ്ട ആർക്കും സംശയമുണ്ടാകില്ല. അത്രയും മികച്ച പ്രകടനമാണ് ബദലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ കഴിയാതെ പോയതും ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് മറ്റൊരാൾ ഇല്ലാത്തതുമാണ് ഇംഗ്ലണ്ടിന് കഴിഞ്ഞ മത്സരത്തിൽ ഒരു വലിയ പ്രശ്നമായി മാറിയത് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഈ 2 പേരുടെ പ്രകടനമാണ് കഴിഞ്ഞ ദിവസം മത്സരത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. കഴിഞ്ഞ മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. കൃത്യമായ പ്ലാനിംഗ് സഞ്ജു സാംസണെ വീഴ്ത്താൻ വേണ്ടി അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് ക്യാപ്റ്റൻ തന്നെ പറയുകയും ചെയ്തു. സാധാരണ ഷോർട്ട് പന്തുകൾ എറിഞ്ഞ് സഞ്ജു സാംസണെ കൊണ്ട് ബിഗ് ഷോട്ടുകൾക്ക് ശ്രമിക്കുകയും അങ്ങനെ പുറത്താകുകയും ചെയ്യുന്ന സ്ഥിരം പല്ലവി തന്നെയാണ് ഇംഗ്ലണ്ട് ബൗളർമാർ കഴിഞ്ഞ ദിവസം പുറത്തെടുത്തത്. എന്നാൽ എന്താണ് ഇംഗ്ലണ്ടിന്റെ പദ്ധതി എന്ന് കൃത്യമായി അറിയാവുന്ന സഞ്ജു വളരെ കരുതലോടെയാണ് ഓരോ ഷോട്ടുകളും കളിച്ചത്. ഇടയ്ക്ക് സഞ്ജുവിന്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് വരികയും ആ ക്യാച്ച് മുതലെടുക്കാൻ ഇംഗ്ലണ്ടിന് കഴിയാതെ വന്നതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് തന്നെ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ എണ്ണം പറഞ്ഞ ഷോട്ടുകളിലൂടെയാണ് സഞ്ജു ഇന്നിംഗ്സ് മുന്നോട്ട് നയിച്ചത്. ഏറ്റവും ഒടുവിൽ സെഞ്ചുറിയിലേക്ക് സഞ്ജു എത്തുന്നു എന്ന ഘട്ടത്തിൽ വലിയൊരു ഷോട്ടിന് ശ്രമിക്കവേ ക്യാച്ച് നൽകി സഞ്ജു മടങ്ങുകയാണ് ഉണ്ടായത്. ഇന്ത്യൻ ബോളിംഗിലേക്ക് വന്നാൽ ജസ്പ്രീത് ബുംറയുടെ ചിറകിലേറിയാണ് ഇന്ത്യ മുന്നോട്ട് പോയതെന്ന് വേണമെങ്കിൽ പറയാം. വളരെ നിർണായകമായ ഓവറുകളിൽ കൃത്യതയോടെ പന്തെറിഞ്ഞ ബുംറയായിരുന്നു ശരിക്കും ഇന്നലത്തെ ഇന്ത്യയുടെ ഹീറോ. അത് സഞ്ജു സാംസൺ മാൻ ഓഫ് ദി മാച്ച് അവാർഡ് നേടുന്ന സമയത്ത് പറയുകയും ചെയ്തു. ഇന്നലത്തെ മത്സരത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ബുംറയായിരുന്നു എന്നുള്ള കാര്യം. ഇന്നലത്തെ മത്സരത്തിൽ 4 ഓവറിൽ 33 റൺസ് വഴങ്ങി നിർണായകമായ ഒരു വിക്കറ്റ് ബുംറ സ്വന്തമാക്കിയിരുന്നു. പ്രത്യേകിച്ചും ഇന്ത്യൻ ബൗളർമാർ അടി വാങ്ങിക്കൊണ്ടിരുന്ന ഘട്ടത്തിൽ പോലും വളരെ നിർണായകമായ ഓവറുകളിൽ റൺ വിട്ടുകൊടുക്കാതെ ഇംഗ്ലണ്ട് ബാറ്റർമാരെ സമ്മർദ്ദത്തിലാക്കാൻ ബുംറയ്ക്കായി എന്നതാണ് ടീമിന്റെ വിജയത്തിൽ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ബുംറയ്ക്ക് ഒരു മികച്ച പിന്തുണ ഇന്ത്യൻ ടീമിന്റെ ബൗളിംഗ് ലൈനപ്പിൽ നിന്ന് കിട്ടിയിരുന്നു. അത് മറ്റാരുമല്ല, അത് പാണ്ഡെയാണ്. 4 ഓവറിൽ 38 റൺസ് വഴങ്ങി 2 വിക്കറ്റ് വീഴ്ത്തിയ ഹർദിക് പാണ്ഡ്യയുടെ പ്രകടനം ബുംറയ്ക്ക് വലിയ കരുത്തായി മാറിയിരുന്നു. ഇരുവരുടെയും ബൗളിംഗ് മികവിലൂടെയാണ് ഇന്ത്യക്ക് വിജയം നേടാൻ കഴിഞ്ഞത്. മത്സരത്തിൽ സഞ്ജുവിന്റെ ഒരു നിർണായക ഇടപെടൽ പറയാതെ പോകാൻ കഴിയില്ല. ഇന്ത്യ ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ച സ്പിന്നർ വരുൺ ചക്രവർത്തി തുടർച്ചയായി സിക്സറുകൾ വാങ്ങിക്കൂട്ടുന്നത് കാണുമ്പോൾ സഞ്ജു വിളിച്ചു പറഞ്ഞു, ടെൻഷൻ വേണ്ട, പതിയെ നോക്കി ബോൾ ചെയ്താൽ മതി, നിന്റെ ബോളിംഗ് എന്താണോ അത് തന്നെ വരട്ടെ എന്നുള്ള രീതിയിൽ. ഇതോടെ കുറച്ചുകൂടി ഊർജ്ജസ്വലനായ വരുൺ കൃത്യമായ രീതിയിൽ പന്തെറിയുകയും അടുത്ത പന്തിൽ ഒരു വിക്കറ്റ് നേടുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു മത്സരത്തിലെ കളത്തിനുള്ളിൽ നിന്ന് നിർണായകമായ ഘട്ടത്തിൽ ഇന്ത്യൻ ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്നിംഗ്സ് കളിച്ചതും വരുണിനെ പോലുള്ള പ്ലേയേഴ്സിന് മോട്ടിവേഷൻ നൽകിയും ഒക്കെ ചെയ്ത് മലയാള താരം സഞ്ജു സാംസൺ ഇന്നലത്തെ മത്സരത്തിൽ നിറഞ്ഞാടി എന്ന് പറയുന്നതായിരിക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി വരാനിരിക്കുന്നത് ന്യൂസിലൻഡുമായുള്ള ഫൈനൽ മത്സരമാണ്, അതും അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ. അവിടെ എന്ത് പ്രകടനമാണ് ഇന്ത്യൻ ടീം കാഴ്ചവെക്കാൻ പോകുന്നത്, എങ്ങനെയാണ് കിവീസിനെ കെട്ടുകെട്ടിക്കാൻ പോകുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇന്ത്യയിലെ ആരാധകരെല്ലാവരും ഉള്ളത്. Under Day NRLM provides financial support to self-help groups and through Sent Nari Shakti to their members. Central to you since 1911.